Good evening, everybody. Best Actor Malayalam in a negative role goes to... Award for the performance in a negative role in Malayalam goes to... എങ്ങനെയുണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? മതി അടിപൊളിയായിട്ടുണ്ട്. ഇതിന്റെ മുതുകിൽ ഒരു പാടൊക്കെ അത് 2 അടി മാറിക്കൊണ്ടതാ. കുഴപ്പമില്ല, പഴുത്തോളം കുഴപ്പമില്ല. ഇറ്റ്സ് ഓക്കെ. അതിനാ നമ്മൾ ഇത്രയും എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ഡാൻസ് ചെയ്യിപ്പിച്ചപ്പോ എന്തിനാ? അതിന് കാരണമുണ്ട്. ഇപ്പോ വില്ലൻ അവാർഡാണ് ഇനിയിപ്പോ തരാൻ പോകുന്നത്. അതിനൊരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അയ്യേ, ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയില്ലേ? തീർച്ചയായിട്ടും ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ചെറിയൊരു ഐറ്റം എടുത്ത് വെച്ചാൽ കറക്റ്റ് ആ പഴയ വില്ലന്മാരെ ഓർമ്മ വരും. എന്താ പറയുന്ന കാര്യങ്ങൾ എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്കും മനസ്സിലായി. ജോസ് പ്രകാശ് പക്ഷെ ഈ കൈൻഡ് ഓഫ് വില്ലന്മാരൊക്കെ ഇപ്പൊ നമ്മൾ കാണാറില്ലല്ലോ. ശരിയാ. സിംഹമാലൻ കുരങ്ങനും ഡിനോസറിനും ഒക്കെ ശേഷം അതുപോലെ തന്നെ വംശനാശം വന്ന ടീമാണ് ഈ പഴയ കാലത്തെ വില്ലന്മാര്. അതേപോലെ ഇതിന്റെ കൂടെ എപ്പോഴും ബാക്കിൽ ഇങ്ങനെ ഡാൻസ് ഒക്കെ ഇപ്പൊ ഞാൻ ചെയ്ത പോലെ ചെയ്തോണ്ടിരുന്നത് ആ പെൺകുട്ടികളൊക്കെ എവിടെ പോയി? അവരിപ്പോ കുറച്ചുപേര് തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയി, മറ്റു കുറച്ചുപേര് ചിയർ ഗേളായിട്ട് പോയി. പിന്നെ അതിൽ ഒരെണ്ണം മാത്രമേ ഇണതെറ്റി വന്ന് ആങ്കറിങ്ങിനായിട്ടങ്ങ് ഇറങ്ങി. അതാരാന്നറിയോ? അതേ നിക്കല്ലേ. ഓക്കെ, അതൊക്കെ ശരി. ഈ പഴയ വില്ലന്മാർക്കൊക്കെ ഇപ്പൊ എന്താ താല്പര്യമില്ലാന്ന് പറഞ്ഞത്? പണ്ടത്തെ സിനിമയിലെന്ന് വെച്ചാൽ ഒരു സിനിമയില് എനിക്ക് തോന്നുന്നു 4 ബലാത്സംഗ സീൻ വെച്ചുണ്ട്. ഇപ്പോഴത്തെ സിനിമയിൽ അതില്ലല്ലോ, അതുകൊണ്ടാണ് അവർക്ക് താല്പര്യമില്ലാത്തത്. ഇപ്പോഴത്തെ വില്ലന്മാരെ നോക്കുകയാണെങ്കിൽ ഹീറോനെയും ഗ്ലാമർ ആയിരിക്കും വില്ലന്. അത് പറയരുത്. പഴയകാല വില്ലന്മാര് കിടിലം ഗ്ലാമറാണ്. എന്തിനാ? നമ്മുടെ ഉമ്മർക്ക എന്താ ഗ്ലാമർ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫോൺ വന്നു കഴിഞ്ഞാൽ ഉടനെ ഞാൻ ഉമ്മർക്കായ മനസ്സിൽ ആലോചിക്കും. അതായത് എപ്പോഴും എൻ്റെ ഫോൺ വൈബ്രേഷൻ മൂഡിലായിരിക്കും. എന്താ ഇങ്ങനെ പണ്ടത്തെ വില്ലന്മാരൊക്കെ എന്ത് ചെയ്താലും അദ്ദേഹം പറഞ്ഞിട്ടേ ചെയ്യൂ. അതിനുശേഷം ജോലിക്ക് പോകും. പേര് പറഞ്ഞ് എന്ത് ജോലിക്ക് വന്നെന്ന് പറഞ്ഞിട്ടേ കയറൂ. ഇപ്പൊ കാണിച്ചു തരാം. സൗദാമിനി വാതിൽ തുറക്കാൻ, ഇല്ലെങ്കിൽ ഞാൻ ബലാത്സംഗം ചെയ്യും. അങ്ങനെ പറഞ്ഞിട്ടാ ഓരോ പണിക്ക് ഇറങ്ങുന്നത്. അതായത് പെർമിഷൻ ഒക്കെ ചോദിച്ചിട്ട് സംഭവം നിനക്കാലക്ക് ഇതൊക്കെ വാളാ, ഇതൊക്കെ നന്നായിരുന്നു. എന്തായാലും വില്ലൻ വേഷം ഇതേപോലെ സുന്ദരമാക്കിയ വില്ലന്മാർക്കുള്ള അവാർഡാണ്. അപ്പോ നമുക്ക് നോമിനേഷൻസ് അവിടെ നിന്ന് വായിക്കാം. Fortune Sunflower Oil IFA Award for performance in a negative role. Fortune Sunflower Oil IFA ഉത്സവം മികച്ച വില്ലൻ. Have you been to Bombay? Yeah. അവിടുത്തെ റെഡ് സ്ട്രീറ്റിലെ അൽഫോൻസ് പുത്രൻ പ്രേമം. And it's so horrible looking at you in front of my family, my friends. And how do you think I can tolerate you? ബാല എന്ന് നിന്റെ മൊയ്തീൻ. ജയസൂര്യ യോബിന്റെ പുസ്തകം. ഓടിപ്പോനവങ്ങളും തേടിപ്പോനവങ്ങളും യാരും இந்த കാടை വിട്ട് വെളിവരത്തില്ല. തേർഡ് വേൾഡ് കൺട്രിയിൽ ഒരു തേർഡ് റേറ്റിനെ മാരേജ് ചെയ്ത് സ്ട്രഗിൾ ചെയ്യാനല്ല, കുഞ്ചാക്കോ ബോബൻ ചിറകൊടിഞ്ഞ കിനാവുകൾ. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൽ ജീവിക്കുവാനാണ് സുമതിയുടെ യോഗം. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ മിസ്റ്റർ തയ്യൽക്കാരനുണ്ടെന്ന് ഞാൻ കരുതുന്നു. വക്കീല് കളമറിയാതെയാണ് കളിക്കുന്നത്. ഇനിയൊരു രഞ്ജി പണിക്കർ എന്നും എപ്പോഴും. ഈ അധോലോകം എന്ന് പറയുന്നത് ഹോളിവുഡിലും മുംബൈയിലും മാത്രമല്ല, കൊച്ചിയിലുമുണ്ട്. വിജയ് ബാബു ഡബിൾ ബാരൽ. അമ്പ് പെരുന്നാളിന് അവലോസുണ്ട ഉണ്ടാക്കിയതും അച്ചപ്പൻ ചുട്ടതും നമുക്ക് പിന്നെ പറയാം. ആദ്യം ഞങ്ങളുടെ കല്ലിങ്ങെടുക്ക്. സുരാജേട്ടാ, ആരെയാ വിളിക്കണ്ടെന്ന്? ഇത് കറക്റ്റായിട്ട് ഓർഡറിൽ എഴുതി വെച്ചതെന്നല്ല. എന്തിനാ വാരി വലിച്ച് കളയാൻ പോയത്? പറയും ആരാണ്? എനിക്ക് മനസ്സിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ട്രസ് ഉണ്ട്. ആ തട്ടത്തിൻ മരത്ത് മറ്റേ ആ കുട്ടി. യെസ്, ഇഷ തൽവാർ ആൻഡ് നമ്മുടെ സ്വന്തം പാർത്ഥിബൻ. Good evening, everybody. Best Actor Malayalam in a negative role goes to Jayasuriya for Yobinde Pustakam. ജയസൂര്യ സർ ഇവിടെ ഇല്ല, അതുകൊണ്ട് we invite നമ്മുടെ പ്രിയങ്കരിയായ പത്മപ്രിയ and take the award.
ഒബ്വിയസ്ലി മൈ ക്ലോസ് ഫ്രണ്ട് ഫഹദ് ഫാസിൽ. ഒരു അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് ഒരു കോൺഫിഡൻസ് കൂട്ടുന്ന ഒരു കാര്യം തന്നെയാണ് കലാകാരനെ സംബന്ധിച്ച്. ആത്മവിശ്വാസത്തിൽ നിന്നും അഹങ്കാരത്തിലേക്ക് വലിയ ദൂരമില്ല എന്നാണ് പറയുക. എന്ന് തന്നെയാണെങ്കിലും ഞാനിതിനെ ആത്മവിശ്വാസമായിട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. സോ ഹാപ്പി ടു റിസീവ് ദിസ് അവാർഡ് ഫോർ ഹിയോബിൻ്റെ പുസ്തകം. സൂപ്പർ. എന്താ കഴിച്ചോണ്ടിരിക്കുന്നത്? എന്തത്? ബാക്ക് സ്റ്റേജിൽ വേറെ പണിയൊന്നുമില്ലായിരുന്നു. ഓഹോ, പക്ഷെ അടിപൊളി. എന്താ? ബജ്ജി, സമൂസ. സമൂസ ബജ്ജി. ഇതിന്റെ കൂട്ടെന്താ? ഇതിന്റെ കൂട്ട് ഫോർച്യൂൺ സൺഫ്ലവർ ഓയിൽ. ഓഹോ, സോ യമ്മി. ഇതിന്റെ 8ാമത്തെ പീസ. ഐഫയുടെ കൂട്ടെന്താണ്? ഐഫയുടെ കൂട്ട് നമ്മുടെ പ്രേക്ഷകർ തന്നെയാണ്. യു നോ വൈ? ബിക്കോസ് പ്രേക്ഷകരാണ് ഇത്രയും നേരം നമ്മൾ കണ്ട എല്ലാ അവാർഡും അവരുടെയൊക്കെ വിന്നേഴ്സിന്റെ പുറകിലുള്ള വോട്ടിംഗ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയുണ്ട് നമ്മുടെ സമോസ? ഒന്ന് കഴിച്ചേ. ഈ സമോസ സ്പോഞ്ച് പോലെയാണ്. ഒന്നും കൂടി പറഞ്ഞേ. ഒരിടത്ത് ചാരം ഒരിടത്ത് പുക. എന്താണ് ആരും ഒന്നും പ്രതികരിക്കാത്തത്? ഇത് മറ്റേ ശ്വാസകോശം. കറക്റ്റ്. അതെ, ഏതൊരു മലയാള സിനിമയാണെങ്കിലും ആദ്യം വരുന്നത് ഈ ഒരു അഡ്വർടൈസ്മെന്റ്. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശം പിഴിഞ്ഞെടുത്താൽ ദാ ഇത്രയും വരും. അത് മതി അയാളെ രോഗിയാക്കാൻ. ഒരു വലിയ രോഗി. ഗോപൻ ചേട്ടാ, യെസ്, ശരിക്കും വേറെ ആഡ് ഒന്നും ചെയ്തിട്ടില്ലേ? ഓൺലി ദിസ് ആഡ്, നോ അതർ ആഡ്. ഈ അടുത്തൊരു കമ്പിയുടെ പരസ്യം ചെയ്തു, പക്ഷേ ഈ ഡയലോഗ് ഇടയിൽ കയറി വന്നു. വിച്ച് കമ്പി? PMP കമ്പികൾ സ്പോഞ്ച് പോലെയാണ്. അയ്യോ, ഇത് പറഞ്ഞതും അതിന്റെ സ്പോൺസറിന്റെ തലക്കിട്ടടിച്ചു. അപ്പം മനസ്സിലായി കമ്പി സ്പോഞ്ച് പോലെയല്ലെന്ന്. ഒരിടത്ത് ചാരം ഒരിടത്ത് ചോര ഒരിടത്ത് തലോട്ടി. ഇതിനെ നമ്മൾ പ്രതികരിക്കണം. അങ്ങനെ വിട്ടാ പറ്റില്ല. സോ ഡെഫിനറ്റ്ലി നല്ലൊരു വില്ലനെ തന്നെ വേണം. യു നോ വാട്ട്, എന്റെ ഫേവറേറ്റ് വില്ലൻ ആരാന്നറിയോ? അമരീഷ് പുരി. അപ്പോൾ അമരീഷ് പുരിക്ക് ഒരു ഡെഡിക്കേഷനാണ്. കാലാപാനി എന്ന് പറയുന്ന ചിത്രത്തിൽ ലാലേട്ടൻ്റെ വില്ലനായിട്ട് വന്നു മിർസ ഖാൻ എന്ന കഥാപാത്രം. ദ ഡെഡിക്കേഷൻ ടു അമരീഷ് പുരി. മേരാ നാം ഹേ മിർസ ഖാൻ, അരെ ഗോവർദ്ധൻ, मेरे जूते को साफ करो, नॉट विथ योर हैंड्स, विथ योर टंग. कोई दूसरों को मदद करना चाहते हैं तो उसको यही हसान होगा. मोगैम्बो खुश हुआ. താങ്ക് യു. അപ്പോൾ വില്ലന്റെ കാറ്റഗറിയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. Fortune Sunflower Oil IFA Utsavam, co-presented by Hero Maestro Edge, powered by Renault. ഇനി അടുത്ത കാറ്റഗറിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. നെഗറ്റീവ് റോൾ. Best negative role, male. The nominees are Sampath, Aadupuliyattam, Sujit Shankar, Maheshinde Pratikaram. സാർ അയാൾ എന്നെ കണ്ടു സാർ. സാർ കുറച്ച് വേഗം വരണം സാർ. സമുദ്രഖനി, ഒപ്പം പ്ലീസ് സാർ. സാർ സാറ് ചോദിച്ചു കേട്ടില്ലേ? ചെല്ലു മോളെ. ജഗദീഷ്, ലീല. ഈ നഗരത്തിന് അനിൽ നെടുമങ്കാൽ, കമ്മട്ടിപ്പാടം. അവൻ വെറും ഒരു വേസ്റ്റാടാ. വേപിടിച്ച തെരുവ് പൊട്ടി വീട്ടിൽ കയറി വന്ന തല്ലിക്കൊല്ലും. ഈ അവാർഡ് നൽകുന്നതിന് വേണ്ടി വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു ശങ്കർ രാമകൃഷ്ണൻ ആൻഡ് ഇനിയ. മോസ്റ്റ് വെൽക്കം ടു സ്റ്റേജ്. అందరికీ నమస్కార, వెరీ గుడ్ ఈవినింగ్ అండ్ എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും വണക്കം. The Fortune Sunflower Oil IFA award for the performance in a negative role in Malayalam goes to Sampath for Aadupuliyattam. അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല, അതുകൊണ്ട് ശങ്കർ രാമകൃഷ്ണൻ തന്നെ അദ്ദേഹത്തിന് കൊണ്ടുപോയി നൽകണം. അദ്ദേഹത്തിനെ കുറിച്ച് ഒരു പഴഞ്ചൊല്ലുണ്ട് നമ്മുടെ നാട്ടില്. സമ്പത്ത് കാലത്ത് തൈബത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം. അപ്പൊ സമ്പത്ത് കാലത്ത് റബ്ബർ തൈ വെച്ചാലോ? ആപത്ത് കാലത്ത് വലിച്ചുകൊണ്ടിരിക്കാം.